എന്റെ പഞ്ചായത്ത് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് ലിജി പുൽകുന്നുമേലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീമതി ലിജി. വികസനത്തിന്റെ പാതയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് കുന്നമംഗലം. ജില്ലയിൽ തന്നെ ലഹരി മരുന്ന് ഉപയോഗത്തെ തടയിടാൻ കുന്നമംഗലം പോലീസ് നടത്തിയ ശ്രമകരമായ ദൌത്യവും ഇടപെടലുകളെല്ലാം തന്നെ മാധ്യമ ശ്രദ്ധയടക്കം പിടിച്ചുപറ്റിയതാണ്. ഈ ലഹരി പരമ്പരയെ ഒതുക്കാൻ പോലീസിന് ആയി എന്നുള്ളത് തന്നെയാണ്. പഞ്ചായത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? അതെ, ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഈ ഒരു MDMA എന്ന മാരകമായിട്ടുള്ള ലഹരി അത് കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നൈജീരിയക്കാരായിട്ടുള്ള പ്രതികളെ സംസ്ഥാനത്തിന് പുറത്തു പോയിട്ടാണ് പിടികൂടിയിട്ടുള്ളത്. നമ്മുടെ കേരള പോലീസിന് മാതൃകയായിട്ടുള്ള കുന്നമംഗലം CA കിരൺ സാറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം പഞ്ചായത്ത് എല്ലാവിധ സപ്പോർട്ടും പോലീസിന് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുന്നമംഗലം ഒരുപാട് സ്കൂളുകളൊക്കെ ഉള്ളതാണ്. അപ്പൊ അവിടെ ഉള്ള കുട്ടികളൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രയാസത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം പഞ്ചായത്തും പോലീസുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വിദ്യാർത്ഥികളെ എല്ലാം തന്നെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ലഹരിക്കെതിരെ ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഫ്ലാഷ് മോബുകൾ അടക്കം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലേ? അതെ, കുന്നമംഗലം ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് നിരവധി ഫ്ലാഷ് മോബുകൾ ഉൾപ്പെടെ കുട്ടികൾക്ക് പല പരിപാടികളായിട്ട് തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചിത്വ പദവി സ്വന്തമാക്കിയ ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഇതിപ്പോൾ നിലനിർത്താനുള്ള പദ്ധതികളെല്ലാം തന്നെ ഏതൊക്കെ രീതിയിലാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്? കുന്നമംഗലം ബ്ലോക്കിൽ 8 പഞ്ചായത്താണ്. അപ്പൊ 7 പഞ്ചായത്തും ഈ ഒരു ഭരണസമിതി വരുന്നതിന് മുന്നേ തന്നെ ശുചിത്വ പദവി നേടിയിട്ടുള്ള പഞ്ചായത്തായിരുന്നു. അപ്പൊ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന് മാത്രം ആ ഒരു പദവി ലഭിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ഒരു പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ശുചിത്വമായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഒരു പഞ്ചായത്തിന് ശുചിത്വ പദവി കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഹരിത കർമ്മസേനയ്ക്ക് രൂപം കൊടുത്തു. 46 ഹരിത കർമ്മസേന അംഗങ്ങളുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയുള്ള ഒക്യുപൻസ് ഒക്കെ തന്നെ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ആദ്യം തന്നെ ഈ ഒരു വീടുകൾ കയറുന്ന സമയത്ത് ഹരിത കർമ്മസേനകൾ ഉണ്ടാകുന്നുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ മാറി ഇപ്പോ എല്ലാ വീടുകളിലും കയറിയിട്ടും യൂസഫി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ട് അതിന് നല്ല ഇടപെടലുകൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രേട്ടന്റെ ഒക്കെ നേതൃത്വത്തിൽ നല്ല ഇടപെടലുകൾ നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ശുചിത്വ പദവിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് കഴിഞ്ഞ മാസം പ്രഖ്യാപനം നടത്തി. തീർച്ചയായും ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലും മികച്ച പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണല്ലോ നടത്തി വരുന്നത്. അതെ, ആരോഗ്യ മേഖലയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഹോസ്പിറ്റൽ ആരോഗ്യ രംഗത്ത് നമുക്കറിയാം, കുന്നമംഗലത്ത് 23 വാർഡുകൾ ഉള്ളതാണ്. ഒരുപാട് ജനസംഖ്യ കൂടുതലുള്ള പഞ്ചായത്താണ്. അപ്പോൾ ഈ ആയുർവേദ ഹോസ്പിറ്റൽ അതേപോലെ ഹോമിയോ ഹോസ്പിറ്റൽ ഒക്കെ തന്നെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. ഒരു 10-15 വർഷത്തിലധികമായി വാടക കെട്ടിടത്തിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പൊ ഞങ്ങള് സ്പോൺസർ ചെയ്യിച്ചു ഭൂമി. അപ്പോ ഒരു 5 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് ആയുർവേദ ആശുപത്രിക്ക് ഒരാള് സ്പോൺസർ തന്നു. അതിൽ ഞങ്ങളുടെ PTA MLA PTA റഹീം അവർകൾ ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ട് 46 ലക്ഷം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതിന് ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹോമിയോക്കും ഞങ്ങൾ അങ്ങനെ ഭൂമി ചെയ്ത് സ്പോൺസർ ചെയ്യിച്ചു. അതിനും അതേപോലെ തന്നെ MLAയുടെ ഒരു ഫണ്ട് വകയിരുത്തിക്കൊണ്ട് അതിന്റെ കെട്ടിടവും പണിതുകൊണ്ട് വരികയാണ്. ആയുർവേദ ആശുപത്രിയുടെ കെട്ടിടം ഏകദേശം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടന ഡേറ്റിൽ എത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ കുന്നമംഗലം പഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒട്ടനവധി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു 15 സെന്റ് സ്ഥലം ഒരാൾ സ്പോൺസേർഡ് ചെയ്തു തന്നത്. അപ്പൊ അതിൽ എളമരം കരീം MP ഒരു 76 ലക്ഷം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെയും കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ള വാഹനം ഉൾപ്പെടെ അതിലേക്കുള്ള ടീച്ചറുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. വാഹനത്തിന് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയ്ക്കൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റാണ് ഈ 4 വർഷക്കാലം കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. വയോജന സൗഹൃദ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടാണോ വയോജന പാർക്കുകൾ അടക്കം തന്നെ സജ്ജമാക്കാൻ പഞ്ചായത്തിനായിട്ടുള്ളത്? അതെ, വയോജന പാർക്ക് കുന്നമംഗലം പഞ്ചായത്തിന്റെ 22-ാം വാർഡില് മന്ത്രി വന്ന് ഉദ്ഘാടനം
വന്യവകുപ്പ് മന്ത്രി വന്നിട്ടുള്ള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർക്കിന്റെ ഉദ്ഘാടനം നടത്തി. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു 2ാം വാർഡ്, ഞാൻ മെമ്പറായി നിൽക്കുന്ന 2ാം വാർഡിൽ ബ്ലോക്കിന്റെ ഫണ്ട് വകയിരുത്തിയിട്ട് ഒരു വയോജന പാർക്കും അവിടെ ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. PT റഹീം MLA ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോ ഈ തൊട്ടടുത്ത് 21ാം വാർഡിലൊക്കെ തന്നെ ബ്ലോക്ക് ഫണ്ടോ പഞ്ചായത്ത് ഫണ്ടോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വയോജന പാർക്കുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ എത്രത്തോളം ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്? 23 വാർഡുകളിലായിട്ടും ഒരുപാട് പ്രയാസമുള്ള റോഡുകൾ, മലയോര പ്രദേശങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ പ്രയാസം ഉണ്ടാകുന്ന മണ്ണിട്ട റോഡുകൾ ഏകദേശം ഒരു 99% ഈ ഒരു 4 വർഷക്കാലത്തിനുള്ളിൽ ഫണ്ട് 23 മെമ്പർമാർക്കും ഒരേപോലെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും റോഡിന്റെ വികസനം നടത്തിയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടും ഉണ്ട്. തീർച്ചയായും അതോടൊപ്പം തന്നെ ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എത്രത്തോളം ആളുകൾക്ക് വീടുകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്? അതോടൊപ്പം തന്നെ കുടിവെള്ളം, ഈ പൊതുജലാശയ സംരക്ഷണം എല്ലാം തന്നെ അടങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പഞ്ചായത്ത് കാഴ്ചവെക്കുന്നത്? വീടുകള് ഞങ്ങള് ലൈഫ് പദ്ധതിയിൽ 200 ആളെ കൊണ്ട് എഗ്രിമെന്റ് വെപ്പിച്ചിട്ടുണ്ട്. അതിൽ എഗ്രിമെന്റ് വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറെ ആളുകൾ എഗ്രിമെന്റ് വെച്ചു വീട് താമസിച്ചു കഴിഞ്ഞു. ഇപ്പൊ 186 ആള് ഫണ്ടുകൾ കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ എഗ്രിമെന്റ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ജലാശയങ്ങൾ പറയുകയാണെങ്കിൽ 2 കുളം നവീകരിച്ച് കണ്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത് 11ാം വാർഡിൽ 2 കുളം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഈ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കൂടുതൽ മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു. ഈ കുടുംബശ്രീയും അതോടൊപ്പം തന്നെ അവർക്കായിട്ടുള്ള തൊഴിൽ സംരംഭങ്ങളും എല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തൊഴിൽ സംരംഭങ്ങൾക്ക് പഞ്ചായത്ത് തലത്തിൽ തന്നെ സബ്സിഡി ലോണുകളൊക്കെ നൽകിക്കൊണ്ട് നല്ല രീതിയിലാണ് സംരംഭ മേളകളൊക്കെ നടത്തി അതിൽ ഒരുപാട് ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒരുപാട് സംരംഭകര് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ ഒരു 2 വർഷത്തോളായി നല്ല രീതിയിലാണ് അതിന്റെ പ്രവർത്തനം പോകുന്നത്. ഒരുപാട് ആളുകൾക്ക് വെല്ലുവിളിയായിട്ട് ഒരു പ്രയാസം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇത്രയും ഹരിതകർമ്മ സേനകളെ ഒരുപാട് സമാഹരിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു MCF, സ്വന്തമായിട്ട് ഒരു MCF ഇല്ല എന്നുള്ള ഒരു പ്രയാസമാണുള്ളത്. അതുകൊണ്ട് നമ്മള് നിരവധി കളക്ടർ എടുത്ത് പോവുകയും പിന്നെ ഈ ഒരു പ്രയാസം അറിയിക്കുകയും ചെയ്തതിന്റെ ഭാഗത്ത് റവന്യൂ ഭൂമിയൊക്കെ ഈ പഞ്ചായത്തിന്റെ പരിസരത്തൊക്കെ റവന്യൂ ഭൂമിയൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഒരു 10 സെന്റ് സ്ഥലം കിട്ടിയാൽ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഒരു MCF അവിടെ ഫണ്ട് ഞങ്ങൾ വകയിരുത്തും എന്നുള്ള ഒരു ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പോയിരുന്നത്. അപ്പോ ഞങ്ങൾക്ക് PWDന്റെ കാരന്തൂർ ഒരു 10 സെന്റ് സ്ഥലം PWDന്റെ ഇത് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് ഇനിയിപ്പോ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു MCF പണിയാൻ വേണ്ടി പോകുന്നത്. അതിനെതിരെ ഒരു MCF വരുന്നതിനെതിരെ കുറെ പ്രയാസങ്ങളുണ്ട്. അതല്ലാതെ പഞ്ചായത്തായിട്ട് നേരിടുന്ന വേറെ പ്രയാസങ്ങളൊന്നുമില്ല. തീർച്ചയായും ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? ഭാവിയിലേക്കാണ് ഈ ഒരു പറഞ്ഞ പോലെ ബഡ്സ് സ്കൂള് കൂടുതൽ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ, അതേപോലെ ഒരു ഗവൺമെന്റ് സ്കൂളാണ് പഞ്ചായത്തിലുള്ളത്, പടനിലം GLP സ്കൂള്. അവിടെയും ഒട്ടനവധി ഫണ്ടുകൾ വെച്ച് കൊടുത്തിട്ടാണ് ആ സ്കൂളുകൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഈ ശുചിത്വ ഒരു അങ്ങാടിയാക്കിയിട്ട് കുന്നമംഗലം മാറ്റുക എന്നുള്ള പ്രവർത്തനമായിട്ടാണ്. വളരെ പ്രയാസമായിക്കൊണ്ടാണ് ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ അങ്ങാടിയായിട്ടുണ്ടെങ്കിലും പല വാർഡുകളിലായിട്ടുണ്ടെങ്കിലും ഈ വേസ്റ്റ് ഡബ് ചെയ്തിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു സിറ്റി കുന്നമംഗലത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഞങ്ങൾ 10 ശുചീകരണ തൊഴിലാളികളെ സർക്കാർ അനുവദിച്ചു തന്ന് ഒരു 3 മാസത്തേക്കായിരുന്നു അനുവദിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പ്രപ്പോസൽ കൊടുത്തു, ഞങ്ങൾക്ക് ഇനിയും നീട്ടി തരണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 6 മാസത്തേക്ക് കൂടി ഇനിയും 10 ശുചീകരണ തൊഴിലാളികളെ കിട്ടിയിട്ടുണ്ട്. അവര് റോഡ് സൈഡും അതേപോലെ ഇങ്ങനെ ഡബ് ചെയ്ത് കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാവും. എന്നിട്ട് ചെടി വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിലുള്ള കുന്നമംഗലം സുൽത്താൻ ബത്തേരി മോഡൽ, ഞങ്ങൾ സുൽത്താൻ ബത്തേരി പോയിട്ട് അവിടെ നിരീക്ഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ ഒരു സിറ്റി കുന്നമംഗലമായി തീരണം എന്നുള്ള ഒരു ആവേശത്തിലാണ് പഞ്ചായത്ത് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായും
കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ലിജി. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.